ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അമരപ്പയർ തോരൻ വയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, തോരനാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു തോരനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പയ്യെ പൊട്ടി വരുമ്പോൾ, മൊത്തം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് പയ്യെ മൂത്ത് വരുമ്പോൾ, ആ പച്ചമണമൊക്കെ ഒന്ന് പോയി പയ്യെ മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് സവോള, ഞാനൊരു അര സവോള എടുത്തിട്ടുള്ളൂ. എപ്പോഴും സവോളനൊക്കെയും പറ്റൊരു ചെറുള്ളി ഉണ്ടെങ്കിൽ അതാട്ടോ. പിന്നെ നമ്മൾ ചെറുള്ളി എപ്പോഴും യൂസ് ചെയ്യാറില്ല, സവോളയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ട് സവോള പയ്യെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഞാനൊരു ഇത്തിരി കൂടുതൽ ഉപ്പ് ഇട്ടായിരുന്നു. അത് ഇനി ആ അമരപ്പയറിൻ്റെ അത് ഇടുമ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തായിരുന്നു. 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ പയ്യൊന്ന് ഇളക്കി കൊടുക്കുക ഇട്ടതിന് ശേഷം. നമുക്ക് ഡീപ്പായിട്ട് സവോള ഫ്രൈ ആവണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഹാഫ് വേവ് പോലെ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നമുക്കിപ്പോൾ ആയി വരുന്നുണ്ട്. നമുക്കൊരു 3/4% ഓവർ ബ്രൗൺ കളറിലേക്ക് വരണ്ട. നമുക്കൊരു ബ്രൗൺ കളറായി എന്ന് തോന്നുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന, വളരെ സ്ലൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് തരുന്നത്. മാക്സിമം നമുക്ക് എത്രത്തോളം സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്യില്ല, അതേപോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മുന്നിട്ട് കൊടുത്ത എല്ലാ ഐറ്റംസും അതിനകത്തേക്ക് മിക്സ് ആവുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് നല്ലപോലെ മിക്സായി ഇളക്കി നല്ലപോലെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊന്ന് 2 മിനിറ്റ് അടച്ചാണ് വെക്കേണ്ടത്. ഒന്ന് ഓവർ ഫ്ലെയിമിൽ കിടന്നാലും കുഴപ്പമില്ല, തീ കുറച്ചിടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഒരു 5 മിനിറ്റ് മതിയോ? ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്നത് മൂടി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ അത് തുറന്ന് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ഏകദേശം അത് വെന്തു. ഇനി നമുക്കതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന്, ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട, ഒരു ലേശം മഞ്ഞൾപ്പൊടി. ഞാൻ വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, വേറെ പൊടികളുടെ ഒരാവശ്യമേ വരുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അത് നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത്. അതിനുശേഷം ഞാനൊരു ഇത്തിരി ഒരു അരത്തേങ്ങ എടുത്തിട്ട്, അത് പച്ച തേങ്ങ, ചിരണ്ടിയ തേങ്ങ, അരത്തേങ്ങ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കിയ പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ നമുക്ക് അമരപ്പയർ തോരൻ റെഡി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളും
എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ച് കളയണം. കാരണം ഞാനിതിപ്പോൾ ഞാൻ 1-2 വീഡിയോസ് ഞാൻ ഫുൾ ലെങ്ത് വീഡിയോസൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പറ്റുന്നുള്ളൊരു മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അധികം ടൈം തന്നെ കിട്ടാറില്ല വീഡിയോസൊന്നും എടുക്കാൻ. അപ്പോൾ എൻ്റെ ഉള്ള ടൈമിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിടുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.